പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ ട്രാഫിക്കിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കേരളത്തിൽ നമ്മൾ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണമെങ്കിൽ മറ്റുള്ള വാഹനക്കാർ നമുക്ക് ഇതിന് അനുയോജ്യമായിട്ടുള്ള അനുകൂലമായി അവർ സൗകര്യം ചെയ്ത് തരുന്നതിന് പകരം നമ്മളെ ഓണടിച്ച് ഡിസ്റ്റർബ് ചെയ്ത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ് മറ്റുള്ള ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അതുപോലെ സകല ട്രാഫിക് റോഡുകളും ഒരുത്തരം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അങ്ങേയറ്റം മോശകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിലെ റോഡുകളിൽ നിലനിൽക്കുന്നത്. ഇത് വളരെ വേദനാജനകമാണ്. അതിനാൽ തന്നെയാണ് കേരളത്തിൽ എപ്പോഴും അപകടങ്ങളും പതിയിരിക്കുന്നതിനാൽ തന്നെയാണ് കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ലോകത്ത് എവിടെയും സുഗമമായിട്ട് വണ്ടി ഓടിക്കാമെന്നുള്ള ഒരു പറച്ചിൽ തന്നെയുണ്ട്. അത് 100% ശരിയായ കാര്യമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇതിനൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് എല്ലാ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും അവർ കൈക്കൊള്ളില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം. അതേസമയത്ത് വളരെ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ അവർ നമ്മളോട് യാതൊരു വിട്ടുവീഴ്ചയില്ല എന്ന് വെച്ചാൽ ഒരു ഒരു വൺ വേ റോഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടൂ വേയിലോട്ട് കയറാൻ വേണ്ടി ഒരു പോലീസുകാരൻ കണ്ടപ്പോൾ അയാളെ അനുവദിച്ചിട്ടില്ല. അയാളെ തന്നെ ആ വൺ വേ റോഡിലൂടെ തന്നെ മടക്കി വിടുവാണ് ചെയ്തിട്ടുണ്ട്. വളരെ മോശകരമായ ഇത്രയും ഒരു വൃത്തികെട്ട ഒരു കൾച്ചർ വെച്ച് പുലർത്തുന്ന ഒരു സംവിധാനം ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. അതേ സമയത്ത് എസ്പെഷ്യലി മാഹി പോലീസ് എന്ന് പറഞ്ഞാൽ അവർ വളരെ നല്ല നിലക്കാണ് ജനങ്ങളുമായിട്ട് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഞാനൊക്കെ ഒരു ഭയപ്പാടിനാണ് വേറായിട്ട് പറയട്ടെ, വളരെ മോശം സമീപനമാണ് ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് വളരെയധികം സങ്കടകരമാണ്. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.